ഇമ്മള് കുഞ്ഞാപ്പു, മൂന്നാം കുഞ്ഞാപ്പു. നിങ്ങളീ കാണുന്ന കുടിയുണ്ട നമ്മുടെ ഷുക്കൂറിന്റെ കുടിയാണ്. ഇന്നായിരുന്നു ഓന്റെ നിക്കാഹ്. അതിന്റെ തട്ടുമുട്ടാണ് കേക്കണത്. ഏത് ഇമ്മളാണ് കാര്യം ഉണ്ടാക്കിയത്. ഷുക്കൂറിന്റെ ബാപ്പ അന്തമൂന്റെ നിക്കാഹ് ഇമ്മളാണ് ഉണ്ടാക്കിയത്. ഷുക്കൂറിന് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നു. ഓൻ 14 വർഷം പേർഷ്യക്കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോ നല്ല പക്വതയും പാകതയുള്ള ഏത് നല്ല മൊജൂട്ടിയുള്ള പെണ്ണായിരിക്കണമെന്ന് മാത്രം. ഓന്റെ കിസ്മത്ത് പോലെ നല്ല മൊഞ്ചൂട്ടിയുള്ള ഹൂറിനെ തന്നെ നമ്മൾ വസൂലാക്കി കൊടുത്തു. ഇന്ന് ഓന്റെ ഫസ്റ്റ് നൈറ്റാണ്. എന്നാ പിന്നെ നമ്മള് പോണ്. നിങ്ങൾ കേറിയിൻ, ഓമുറിയിലുണ്ട്. സുലു, ഇതിലെ പാലെവിടെ? വരുന്ന വഴിക്ക് കുടിച്ചു. ബദാമിട്ട പാല് കണ്ട ഞാൻ ആർക്കും കൊടുക്കൂല. ഇക്ക എന്തേ? അന്റെ അടുത്തേ വരില്ലാത്ത നോട്ട്ബുക്ക് ഉണ്ടാ? അതെന്തിനാ സുലു? നമുക്ക് പൂജ്യം വെട്ടി കളിക്കാം. പൂജ്യം വെട്ടി കളിക്കേ? സുലു, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. അനക്ക് ഇത്താത്തമാരൊന്നും പറഞ്ഞൊന്നില്ലേ? പിന്നെ ഞാൻ ഇത്താത്തമാരുടെ കുട്ടിയുള്ളപ്പാ കളിക്കാറ്. ഭയങ്കര കുസൃതികളാ. ഞാൻ അവരെ പിച്ചും. തിരിച്ചെങ്ങാനും പിച്ചിയാ ഞാൻ നല്ല കടി വെച്ചു കൊടുക്കും. ഇങ്ങനെ കൂടെ കളിക്കാൻ ഒരു കമ്പനിക്കാ കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പോയ കോടാലിയാണ്. ശരിയൊക്കെ തരാം. എന്റെ അടുത്ത് പാമ്പും ഗുണിയുണ്ടോ? മലപ്പുറം കത്തി മതിയാ പെണ്ണെ. ബ്രോക്കർ അതല്ല സുലു, ആ കുട്ടികൾ എങ്ങനെ പിച്ചേന്ന് ആലോചിച്ചതാ. ആണല്ലേ? പിടിച്ചോ. ഇത് കൊള്ളാം, ഇത് വഴി വിളഞ്ഞു. അങ്ങനല്ല സുലു, ഇങ്ങനെ അനക്ക് വേദന എടുത്തില്ലേ? പാച്ചുട്ടിയാണേലും ഇപ്പൊ ചീറി പൊളിച്ചിട്ടുണ്ടാവും. പാച്ചുട്ടി ഇത്താത്താന്റെ കുട്ടിയാ. ഓനിപ്പ് ജീവിച്ചിരിപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇമാതിരി കടി കടിച്ച ഉറപ്പായിട്ട് ആന വരെ ചത്തുപോകും. അതുകൊണ്ട് ചോദിച്ച. പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്.
ഇക്ക, നിങ്ങക്ക് കബഡി അറിയോ? കബഡി നല്ല സംഭവമാണല്ലോ. ഇത് ഞാൻ തകർക്കും. ഇതുവഴി ഞാൻ ഇവിടെ പേട്ടി മുറുക്കും. കബഡി 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 കബഡി. സുലു, നീ ആദ്യം കബഡി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാ. അത് വേണ്ട ഇക്ക, ഇച്ചാതി ഇങ്ങോട്ട് വാ, ഞാൻ പിടിച്ചോളാം. നീ ഇങ്ക വന്നാലും ഞാൻ അങ്ക വന്നാലും ഇത് താണ്ടി ഞാൻ തൈ. കബഡി 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 കബഡി. ശുക്രേ, ശുക്രേ, എന്താ എന്താ പറ്റിയേ? ഇക്ക എന്നെ കബഡി കളിക്കാനാന്നും പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. ഞാൻ ഒറ്റ തള്ളു തള്ളി. എന്നിട്ട് ശുക്ര എവിടെ? ശുക്രേ, ഇറങ്ങി പാടാ. നല്ലൊരു തറവാട്ടിന്ന് പൂവമ്പയം പോലത്തെ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് പാതിരാത്രി കബഡി കളിക്കണ്ട ഹംക്കെ. ആണുങ്ങളെ പറയിപ്പിക്കാൻ ഒരു അന്തം മറ്റെന്നോർത്താണ് എന്നെ പേർച്ചിക്ക് വിട്ടത്. ഒക്കെ വെറുതെ വിധി എന്നല്ലാണ്ട് എന്താ പറയാ. നീ ഒരുത്തിയാറോ ഇക്ക, നമുക്കിനി തൊട്ട് കളിക്കാം. തൊട്ട് കളിക്കേ? ആ അല്ലോ വാപ്പാ.